അമ്മ എന്തൊക്കെയാ പറയുന്നത്? ജീവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടെ ഈ ഹോസ്പിറ്റലില് അബോധാവസ്ഥയിൽ കിടക്കുമ്പോ ജീവനിലെ യാഥാർത്ഥ്യം ഞാൻ കണ്ടതാ. ഇനി അമ്മ എത്ര പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ജീവൻ മാറിയമ്മേ, വല്ലാതെ മാറി. അന്ന് ജ്യോതിയുടെ അടുത്ത് വന്നത് മനുവാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ എങ്ങനെയാ വീട്ടിൽ വന്നു? ഇപ്പം ജ്യോതിയെയും മനുവിനെയും മറയാക്കി നിത്യ അവനെ വിളിച്ചു വരുത്തിയതാ. അമ്മ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി ജീവനോട് പെരുമാറണം. എനിക്ക് വല്ലാത്ത സങ്കടമുണ്ടമ്മേ. ഒരാളെ ഇതിൽ കൂടുതൽ സംശയിക്കാനും പരീക്ഷിക്കാനും പാടില്ല. ഇപ്പോ വെറും പാവാണമ്മേ ജീവൻ. പാവത്തിനെ പോലെ നടിച്ച് നീ എന്നെ പറ്റിക്കണല്ലേ? ചതിക്കുള്ള ശിക്ഷ മരണമാ. അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല നിത്യ. മരണത്തിന്റെ കൈയോളം പോയിട്ട് തിരിച്ചു വന്ന ആളല്ലേ ജീവൻ. ചേർത്ത് പിടിക്കേണ്ടത് നമ്മളല്ലേ? ജീവിപ്പിക്കേണ്ടത് നമ്മളല്ലേ? മതി. എനിക്ക് അവനെക്കുറിച്ച് കൂടുതലൊന്നും കേൾക്കണ്ട. ഞാൻ കണ്ട തെളിവുകളൊന്നും നീ കണ്ടിട്ടില്ല. അതുകൊണ്ടാ മോൾ എങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് തെളിവുകൾ? ജീവൻ ആരെങ്കിലും ദ്രോഹിച്ചോ? ആരോടെങ്കിലും ബഹളം വെച്ചോ? അമ്മേ, എന്റെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ആശംസകൾ നേടിക്കുകയല്ലേ ചെയ്തത്? ഞങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ മുന്നിൽ നിൽക്കല്ലേ ചെയ്തത്? അതിനേക്കാളും സാധുവാകാൻ ഒരാൾക്ക് എങ്ങനെയാ പറ്റുന്നത്? ജീവൻ ആരെയും ദ്രോഹിക്കില്ല അമ്മേ, ഒന്നും തകർക്കില്ല.